ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ഈ ഒരു സംഖ്യ എഴുതി നിങ്ങളുടെ പേഴ്സിൽ വെച്ചാൽ ദിവസവും ധനം വർദ്ധിച്ചു വരും. അങ്ങനെയുള്ള ഒരു കാര്യമാണ്. നിങ്ങൾക്ക് ഇത് ശരിയായിട്ട് മനസ്സിലാക്കി ചെയ്തു നോക്കുക. തീർച്ചയായിട്ടും ഇത് പലർക്കും പ്രയോജനം ചെയ്ത കാര്യമാണ്. ശരിയായിട്ട് ചെയ്തവർക്ക് ഒക്കെ ഗുണമുണ്ടായ കാര്യമാണ്. സംഖ്യകളിൽ ചില രഹസ്യമുണ്ട്. ഞാൻ സംഖ്യകളെ കുറിച്ച് നിരവധി വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ രീതിയിൽ സംഖ്യകൾ പാസ്വേഡ് ആക്കിയും മൊബൈലിൽ പാസ്വേഡ് ആക്കിയും കമ്പ്യൂട്ടറിൽ പാസ്വേഡ് ആക്കിയും ATM പിന്നിന്റെ പാസ്വേഡ് ആക്കിയും ഒക്കെ ചെയ്തവർക്ക് ജീവിതത്തിൽ ഉയർച്ചകൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പറയുന്ന ഇതൊന്നുമല്ല. ഇത് എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യമാണ്. വളരെ ലളിതമായ കാര്യമാണ്. ഞാനീ പറയുന്ന രീതിയിൽ ഒരു സംഖ്യ എഴുതി നിങ്ങളുടെ പേഴ്സിനകത്ത് വയ്ക്കണം. എന്നിട്ട് അതിന്റെ കൂടെ നിങ്ങൾക്ക് കിട്ടുന്ന പണം വെക്കണം, അല്ലെ ATM കാർഡ് വെക്കണം. ധനം വർദ്ധിച്ചു വരും. നിങ്ങളിത് ശരിയായിട്ട് മനസ്സിലാക്കി പൂർണ്ണ വിശ്വാസത്തോടു കൂടി ശരിയായിട്ട് ചെയ്തു നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഫലം ചെയ്യും. അപ്പം ഞാൻ വിശദമായിട്ട് പറയുന്നുണ്ട്. മുഴുവൻ കേൾക്കണം, എന്നിട്ടേ ചെയ്യാവുള്ളൂ. നല്ല നിങ്ങൾക്ക് ഗുണമുണ്ടാകുകയാണെങ്കിൽ നല്ല ആളുകളിലേക്ക് കൂടി പറഞ്ഞു കൊടുക്കുക. എല്ലാവർക്കും പ്രയോജനം ചെയ്യട്ടെ. അപ്പം ഇത് വിശദമായിട്ട് കേൾക്കണം, വിശദമായിട്ട് മനസ്സിലാക്കണം, എന്നിട്ടേ ചെയ്യാവുള്ളൂ. ചുമ്മാ അവനവന് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തിട്ട് കാര്യമില്ല. അപ്പം ഒരു സംഖ്യ പേഴ്സിനകത്ത് എഴുതി വെക്കാനുള്ള സംഖ്യ ഏതാണെന്ന് ഞാൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ചുമ്മാ ഒരു സംഖ്യ എഴുതി വെച്ചാൽ അത് ഗുണമാകണമെന്നില്ല. ആ സംഖ്യയ്ക്ക് നിങ്ങളുടെ ജനനവുമായിട്ട് ബന്ധം വേണം. അങ്ങനെയുള്ള ഒരു സംഖ്യ ആയിരിക്കണം ആ പേഴ്സിൽ എഴുതി വെക്കേണ്ടത്. അപ്പോൾ അതെല്ലാം ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. വീഡിയോ മുഴുവൻ കാണുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നല്ല ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. അതോടൊപ്പം ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ പുതിയ വീഡിയോ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി അത് ഉപകരിക്കും. ഞാൻ നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. വാട്സപ്പിലും പുതിയ വർക്കുകൾ ഉടനെ എടുക്കുന്നില്ല. പഴയ വർക്കുകൾ ഒരുപാട് ചെയ്യാനുണ്ട്. അതിവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ശിവവിദ്യ എന്ന ആളാണ്. ക്രിയാകുണ്ടലി പ്രാണായാമം ഗുരുവിൽ നിന്ന് സ്വീകരിച്ചതാണ്. ശിവവിദ്യ എന്നാണ്. അപ്പോൾ എന്നാലാവുന്ന നല്ല കാര്യങ്ങൾ എല്ലാം ശിവന്റെ വഴിയാണ്. എല്ലാം പറഞ്ഞു തരുന്നുണ്ട്. അത് ശരിയായിട്ട് മനസ്സിലാക്കി ചെയ്യുക. അപ്പം ഇനി വിഷയത്തിലേക്ക് വരികയാണ്. വിശദമായിട്ട് പറഞ്ഞു തരാം. നിങ്ങൾ ഇപ്പോൾ ജനിച്ചത്, ഒരു ഉദാഹരണം പറയുകയാണ്, 7/4/1982 ആണ് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് വിചാരിക്കുക. ഉദാഹരണം പറയുക. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഈ പറഞ്ഞതാണെങ്കിൽ ഈ ഡേറ്റ് ഓഫ് ബർത്ത് പിന്നെ ഒരിക്കലും മാറത്തില്ല. സ്റ്റേബിൾ ആണ്. അതൊരിക്കലും ജീവിതത്തിൽ മാറത്തില്ല. ജനിക്കുന്ന ആ തീയതിയും ആ മാസവും ആ വർഷവും. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ജനിച്ച കാലഘട്ടം വെച്ച് തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുന്ന രീതിയിൽ പ്രയോജനപ്പെടുത്താം. അപ്പം ഇത് ഞാൻ ശ്രദ്ധിച്ചു കേൾക്കുക. 7/4/1982 ഉദാഹരണത്തിന്. അപ്പം ഇത് കൂട്ടുക. 7+1+1+9+8+2 എന്ന് കൂട്ടുക. 7+4+1+9+8+2 = 31 എന്ന് കിട്ടും. 31 എന്നൊരു സംഖ്യ കിട്ടും. ഈ 31നെ വീണ്ടും ഏകസംഖ്യ ആക്കുക. 3+1 = 4 എന്ന സംഖ്യ കിട്ടും. അപ്പൊ ഈ സംഖ്യയാണ് നിങ്ങളുടെ ജീവിതത്തെ സ്വാധീനിക്കുന്ന ഒരു സംഖ്യയാണ്. പറഞ്ഞ മനസ്സിലായോ? നിങ്ങളുടെ ജനിച്ച തീയതിയും മാസവും വർഷവും ഇത് മൂന്നും കൂടി കൂട്ടുമ്പോൾ കിട്ടുന്ന ഏകസംഖ്യയാണ് 4. ഒരു ഉദാഹരണമാണ് പറയുന്നത്. നിങ്ങളുടെ ഏതാന്ന് വെച്ചാൽ നിങ്ങൾ ആ രീതിയിൽ കൂട്ടിക്കോണം. അപ്പൊ ഈ 4 നിങ്ങളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്താൻ പോവുകയാണ്. അതെങ്ങനെ? ഒരു സംഖ്യയിലൂടെ ബന്ധപ്പെടുത്തുകയാണ്. ഇപ്പൊ ഞാനൊരു സംഖ്യ സെലക്ട് ചെയ്യുന്നു. 7699, അല്ലെങ്കിൽ ആദ്യമേ ഞാൻ പറയാം 9976 എന്ന് ഞാനൊരു സംഖ്യ സെലക്ട് ചെയ്യുന്നു. 9976 9976, അതായത് 9976 എന്ന സംഖ്യയാണ് ഞാൻ നിങ്ങൾക്ക് സെലക്ട് ചെയ്യുന്നത്. ഈ സംഖ്യ കൂട്ടുമ്പോൾ 9+9+7+6 = 31 എന്ന് കിട്ടും. ഈ 31നെ ഏകസംഖ്യ ആക്കുമ്പോൾ 3+1 4. അപ്പൊ ഇത് 4ൽ അവസാനിക്കുന്ന, അല്ലെങ്കിൽ
കൂട്ടിക്കിട്ടുന്ന ടോട്ടലിനെ ഏകസംഖ്യയാക്കുമ്പോൾ 4 കിട്ടുന്ന ഒരു സംഖ്യയാണ്. ഇതുപോലെ ഏത് സംഖ്യയും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. പക്ഷെ ഞാനൊരു സംഖ്യ സെലക്ട് ചെയ്യുകയാണ്. ഈ നിങ്ങളുടെ അനുസരിച്ച് വേണം നിങ്ങൾ സെലക്ട് ചെയ്യാൻ. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൂട്ടിയിട്ട് ആ കിട്ടുന്ന ഏകസംഖ്യ എന്ന് വെച്ചാൽ ആ സംഖ്യ വരത്തക്ക രീതിയിൽ ഒരു 4 അക്ക സംഖ്യ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഇപ്പം ഞാൻ ഒരു ഉദാഹരണത്തിന് പറഞ്ഞു തരുന്നതാണ്. ഇപ്പം 4 കൂട്ടിയാൽ ആ ഡേറ്റ് ഓഫ് ബർത്ത് കൂട്ടുമ്പം കിട്ടുന്ന ടോട്ടലിലെ ഏകസംഖ്യയാക്കാൻ കിട്ടുന്ന ആ സംഖ്യ ഇവിടെ 4. ആ 4 തന്നെ വരണമെന്നേ ഉള്ളൂ. ഈ 4 അക്ക സംഖ്യയിലെ 4 അക്കങ്ങളും കൂട്ടുമ്പോൾ കിട്ടുന്ന ടോട്ടലിനെ ഏകസംഖ്യയാക്കുമ്പോൾ 4 വരണം. 4 എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇപ്പം ഡേറ്റ് ഓഫ് ബർത്ത് 6/4/1982 ആണെങ്കിൽ ഈ സംഖ്യകളെല്ലാം കൂടെ കൂട്ടുമ്പോൾ കിട്ടുന്നത് 30. അപ്പോൾ അതിനെ ഏകസംഖ്യയാക്കുമ്പോൾ 3 + 0. അപ്പോൾ ഈ 3 വരത്തക്ക രീതിയിൽ നിങ്ങൾ 4 അക്ക സംഖ്യ സെലക്ട് ചെയ്യണം. ഈ 4 അക്ക സംഖ്യയിലെ 4 അക്കങ്ങൾ കൂട്ടുമ്പോൾ കിട്ടുന്ന ടോട്ടലിനെ ഏകസംഖ്യയാക്കുമ്പോൾ 3 വരണം. അങ്ങനെ സെലക്ട് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഏതാണെന്ന് അനുസരിച്ച് നിങ്ങൾ ഈ 4 അക്ക സംഖ്യ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഇവിടെ ഞാൻ മനസ്സിലാകാൻ വേണ്ടി പറയുന്നുള്ളൂ. ഞാൻ ഇപ്പം ഈ തീയതി 7/4/1982 ജനിച്ച ആളുടെ ഡേറ്റ് ഓഫ് ബർത്തിലെ അക്കങ്ങളെല്ലാം കൂടെ കൂട്ടുമ്പോൾ 31 കിട്ടുന്നത്. അതിനെ ഏകസംഖ്യയാക്കുമ്പോൾ 4 കിട്ടുന്നു. ആ 4 വരത്തക്ക രീതിയിൽ ഒരു 4 അക്ക സംഖ്യ ഞാൻ സെലക്ട് ചെയ്യുന്നു. 7699 പറഞ്ഞ മനസ്സിലായോ? ഈ 7699 എന്നുള്ളത് ഒന്നുകൂടെ ഞാൻ മാറ്റം വരുത്തുന്നു. അല്ല, 7699 അല്ല, 9976. ഈ 9976 എന്ന് പറഞ്ഞാൽ കൂട്ടുമ്പോൾ 4 കിട്ടുന്നത്. അതായത് 9 + 9 + 7 + 6 31 കിട്ടും. അതിനെ ഏകസംഖ്യയാക്കും 4 വരും. അത് ഞാൻ അങ്ങനെ 4 വരത്തക്ക രീതിയിൽ ഒരു സംഖ്യ എടുക്കുന്നതാണ്. ഇനിയും ഇതിനെ ഞാൻ ഒന്നുകൂടെ മാറ്റം വരുത്തുന്നു. 9976 ഫലം കിട്ടുന്നത് 7699 എന്ന് വെച്ചാൽ ചെറിയ സംഖ്യ ആദ്യം വലിയ സംഖ്യ രണ്ടാമതും വരണം. 7699 എന്നാക്കുന്നു. ഇങ്ങനെ ഒരു സംഖ്യ ഞാൻ സെലക്ട് ചെയ്തിട്ട് ഇതുപോലെ ഒരു ചെറിയ ചെമ്പ് പോലെ മേടിക്കാൻ കിട്ടും. അത് എല്ലാ ജൂവലറിയിലും കാണും. ഒരു ചെമ്പോല മേടിക്കുക, അത് ചതുരത്തിൽ കട്ട് ചെയ്യുക, കത്രിക കൊണ്ട് തന്നെ മുറിക്കുക, ഒരു കുഴപ്പമില്ല, ഏകദേശം ചതുരമാവണമെന്നേ ഉള്ളൂ. എന്നിട്ട് നിങ്ങളൊരു ഈ പേന എന്ന് പറഞ്ഞാൽ മഷി തീർന്ന പേന മതി. അതുകൊണ്ട് ഇതിലൊരു ചതുരം വരയ്ക്കണം. നിങ്ങൾ കട്ട് ചെയ്ത ഈ ചെമ്പോലയിൽ ചെറുതായിട്ട് കട്ട് ചെയ്താൽ മതി. ഒരു ചതുരം വരയ്ക്കുക. ആ ചതുരം വരച്ചിട്ട് ആ ചതുരത്തിന്റെ 4 അറ്റത്ത് ഇതുപോലെ ഒരു 0 നിങ്ങൾ വരയ്ക്കുക. അപ്പം മഷി തീർന്ന പേന കൊണ്ട് മതി. എന്നിട്ട് ഈ നടുക്ക് നിങ്ങളുടെ സംഖ്യ ഏതാണോ, ഞാൻ ഉദാഹരണത്തിന് ഒരു സംഖ്യ പറഞ്ഞതാണ് 7699. അത് 4 വരുന്ന ഒരു സംഖ്യയാണ്. നിങ്ങളിപ്പം ജനിച്ച ഒരു ഡേറ്റ് 3 ആണെങ്കിൽ നിങ്ങൾ കൂട്ടുമ്പോൾ 3 വരത്തക്ക രീതി ഒരു 4 അക്ക സംഖ്യ സെലക്ട് ചെയ്യണം. നിങ്ങളൊരു 2 നിങ്ങളുടെ ജനിച്ച ഡേറ്റ് ഓഫ് ബർത്ത് കൂട്ടുമ്പോൾ 2 കിട്ടുന്നെങ്കിൽ 2 വരത്തക്ക രീതിയിൽ ഒരു 4 അക്ക സംഖ്യ സെലക്ട് ചെയ്യണം. അതിൽ ആദ്യത്തെ 2 അക്കം 2 അക്കത്തെക്കാട്ടിലും വലിയ സംഖ്യ ആയിരിക്കണം രണ്ടാമത്തെ 2 അക്കം വരുന്നത്. അങ്ങനെ അത് ശ്രദ്ധിച്ചാൽ മതി. ആ സംഖ്യയിൽ നടുക്കെഴുതുക. പറഞ്ഞ മനസ്സിലായോ? നടുക്കെഴുതുക. എന്നിട്ട് ഇത് നിങ്ങൾക്ക് പേഴ്സിനകത്ത് വെക്കാം. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് കിട്ടുന്ന പണം വയ്ക്കാം. വളരെ ഒരു നല്ലതാണ്. ഈ സംഖ്യകൾക്ക് ചില രഹസ്യങ്ങളുണ്ട്. അപ്പം ഞാനും ആദ്യ കാലങ്ങളിലൊക്കെ ഞാനും വിചാരിച്ചിരുന്നു സംഖ്യകൾക്ക് രഹസ്യങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ അതിലൊന്നും എനിക്ക് വലിയ വിശ്വാസമില്ലായിരുന്നു. പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ ഈ കണക്കിനെ ഇഷ്ടപ്പെട്ട ഒരാളാണ്. ഞാൻ ബികോമാണ് പഠിച്ചത്. മാത്രമല്ല ഈ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ എനിക്ക് കണക്കിന് ഫസ്റ്റിന് മിക്കവാറും 46 മാർക്കൊക്കെ ഉണ്ടായിരുന്നു. സെക്കൻഡിന് മാർക്ക് കുറവായിരുന്നു, 36 ആയിരുന്നു. അപ്പം എനിക്ക് ഈ സംഖ്യകളോടൊരു പ്രത്യേക ഒരു ഇഷ്ടമുണ്ടായിരുന്നു. പക്ഷെ എ പാർട്ട് ഒരിക്കലും ഞാൻ 10 മാർക്കിന്റെ 5 ക്വസ്റ്റ്യൻ 1/2 മാർക്കിന്റെ അതൊരിക്കലും ഞാൻ പഠിക്കത്തില്ലായിരുന്നു. പക്ഷെ കണക്ക് എനിക്ക് ബികോമിനായിരുന്നപ്പോഴും ഞാൻ എപ്പോഴും ഈ കണക്ക് എനിക്ക് വളരെ തിയറിയെക്കാട്ടി ഉപരി ഞാൻ കണക്കിനാണ് പ്രാധാന്യം കൊടുത്തിരുന്നത്. അതുകൊണ്ട് എനിക്ക് ഗുണം ഉണ്ടായിട്ടുണ്ട്, ദോഷം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ബികോം ഫസ്റ്റ് ഇയർ സ്റ്റാറ്റിസ്റ്റിക്സിനാണെങ്കിലും എനിക്ക് 91 മാർക്ക് ഉണ്ടായിരുന്നു. കാരണം ഞാൻ ഒരിക്കലും എ പാർട്ട് തിയറിക്ക് വലിയ പ്രാധാന്യം കണക്കിനായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് സ്റ്റാറ്റിസ്റ്റിക്സിന് 91 മാർക്ക് ഉണ്ടായിരുന്നു. ഈ സംഖ്യകളോടെ അല്ലെ കണക്കിനോടൊക്കെ എനിക്ക് വളരെ ഒരു ഇഷ്ടമുള്ള ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ ഞാൻ ഈ സംഖ്യകളെ കുറിച്ച് കുറെ പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്.
അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരിടയ്ക്ക് എൻ്റെ ഒരു പൈതഗോറസിന്റെ ഒരു പുസ്തകം എൻ്റെ കയ്യിൽ കിട്ടിയത്. അപ്പൊ ഈ പൈതഗോറസിന്റെ പുസ്തകത്തിനകത്ത് അദ്ദേഹം സംഖ്യകളെ കുറിച്ച്, ഈ മിത്ര സംഖ്യകളെ, അങ്ങനെ ചില സംഖ്യകളെ കുറിച്ച് ഒരുപാട് കാര്യങ്ങളുണ്ട്. സംഖ്യകൾക്ക് ചില ശക്തികൾ ഉണ്ടെന്ന് വരെ പൈതഗോറസ് വിശ്വസിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ ഞാൻ വായിച്ചതാണ്. അപ്പോൾ അദ്ദേഹം അതിൻ്റെ അകത്ത് പറയുന്ന കാര്യം, സംഖ്യാദൈവങ്ങളെ പോലും അദ്ദേഹം ആരാധിച്ചിരുന്നു. അവർക്കൊരു സംഘടന തന്നെ ഉണ്ടായിരുന്നു. പൈതഗോറസിനെ കുറിച്ച് അറിയാവുന്നവർക്ക് അത് അറിയാമായിരിക്കും. അപ്പൊ സാധാരണക്കാർ എല്ലാവർക്കും അറിയണമെന്നില്ല. ഞാനൊരു പുസ്തകത്തിൽ കണ്ടതാണ് പൈതഗോറസ്. അപ്പം പൈതഗോറസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഒരു ബുദ്ധിമാനായിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ്, യാതൊരു സംശയം വേണ്ട. ജീനിയസ് ആയിട്ടുള്ള വ്യക്തി തന്നെയാണ്. അദ്ദേഹം ആ ഒരു കാര്യത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അപ്പൊ ഞാനും ആ വഴി ചിന്തിച്ചു. അങ്ങനെ ഞാൻ സംഖ്യകളെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ തുടങ്ങി. അപ്പൊ ആ കാലത്ത് ഞാൻ ഒരു കമ്പ്യൂട്ടർ ഷോപ്പിൽ അക്കൗണ്ടന്റായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഞാൻ ആ സമയത്താണ് സംഖ്യകളെ കുറിച്ച് കൂടുതൽ പഠനം നടത്തുന്നത്. അപ്പൊ ഇഷ്ടംപോലെ ഡേറ്റ് ഓഫ് ബർത്തുകളും കാര്യങ്ങളും ഒക്കെ എൻ്റെ കയ്യിൽ കിട്ടും. ഞാൻ ഈ സംഖ്യകളെ കുറിച്ച് പഠനം നടത്തുമ്പോൾ എനിക്ക് മനസ്സിലായ ചില കാര്യങ്ങളുണ്ട്. അത് ഞാൻ പലപ്പോഴും കൈരേഖയും ഗ്രഹനിലയും വിശകലനം ചെയ്യുന്ന കൂട്ടത്തിൽ സംഖ്യകളെ കുറിച്ചും വിശകലനം ചെയ്ത് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. അതിൽ ഞാൻ നിങ്ങൾക്ക് ഒരു രഹസ്യം പറഞ്ഞുതരാം. അതായത് നിങ്ങൾ 6-ാം തീയതി ജനിക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കുക. 6, 15, 24 ഇത് 3 6ന്റെ ഗണത്തിൽപ്പെടുത്തുക. കാരണം കൂട്ടുമ്പോൾ 6 കിട്ടും. 15 എന്ന് വെച്ചാൽ 1 അധികം 5 6. പിന്നെ 6, 15 6 എന്ന് പറയുമ്പോൾ 6-ാം തീയതി ജനിക്കുന്ന ഒരു 6ആണ്. പിന്നെ 15 1 അധികം 5 6 6, 15, 24 കേട്ടോ. ഞാൻ പറഞ്ഞ മാറിപ്പോകും. ഒന്നുകൂടെ പറയുകയാണ്. ചിലപ്പോൾ പറയുമ്പോൾ മാറിപ്പോകും. നമ്മളത് പിന്നെ ഓർത്ത് പറയുന്നതാണ്, എഴുതി വെച്ചല്ല. അതുകൊണ്ട് ചിലപ്പോൾ അത് മാറിപ്പോകും. ഒന്നുകൂടെ ഞാൻ പറയാം. 6, 15, 24. അപ്പം ഇത് 3ഉം 6 എന്ന ഗണത്തിൽപ്പെടുന്നവരാണ്. 6-ാം തീയതി ജനിച്ചവരും 15-ാം തീയതി ജനിച്ചവരും 24-ാം തീയതി ജനിച്ചവരും. അപ്പൊ ഇവര് 6 എന്ന സംഖ്യയുടെ സ്വാധീനമുള്ളവരാണ്. ഏത് മാസവും ആയിക്കോട്ടെ. മാസങ്ങൾ കൊണ്ടുള്ള കളി വേറെയുണ്ട്. ഇത് സംഖ്യകൾ കൊണ്ടുള്ള കളി എന്നുവെച്ചാൽ ജനിച്ച തീയതി കൊണ്ട് മാത്രമുള്ള ഒരു രഹസ്യം പറഞ്ഞായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അത് എത്രമാത്രം ഈ സംഖ്യകളിൽ കാര്യമുണ്ട്. നമ്മൾ ഏതൊരു കാര്യം അനുഭവത്തിലൂടെ വിശ്വസിക്കാവുള്ളൂ. അല്ലാതെ ആര് പറഞ്ഞാലും വിശ്വസിക്കരുത്. ഞാൻ അങ്ങനെ ചെയ്യുന്നത്. എനിക്ക് പ്രായോഗികമായിട്ട് അനുഭവമുള്ള കാര്യങ്ങളാണ്. ഇപ്പൊ 6, 15, 24 ഈ തീയതികളിൽ ജനിച്ചവർക്ക് 4, 13, 22 ഈ തീയതി ജനിച്ചവരുമായിട്ടൊരു എപ്പോഴും ഒരു കൂടുതലൊരു അടുപ്പം കാണും. ആ സുഹൃത്തുക്കളുടെ ഇടയിൽ തന്നെ നിങ്ങൾ തന്നെ പരിശോധിച്ച് നോക്കിയാൽ മതി. ഇനി 4, 13, 22 ഈ തീയതി 31 വരും. 4, 13, 22, 31 ഇത് 4 തീയതി ജനിച്ചവരായിട്ടാണ് കണക്കാക്കുന്നത്. ഇവർക്ക് തിരിച്ചും നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. നിങ്ങൾ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് ചെക്ക് ചെയ്യാം. അവരില് നിങ്ങൾ കൂടുതലും ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നിങ്ങൾ കൂടുതലും വിശ്വസിക്കുന്ന 6 നമ്പറുള്ളവരെ ആയിരിക്കും. 6, 15, 24 നിങ്ങൾക്ക് തന്നെ ഒരു സ്റ്റഡി നടത്തി നോക്കാം. ഒരു സത്യസന്ധമായ ഒരു പഠനം. അപ്പൊ അങ്ങനെ ചില കാര്യങ്ങളുണ്ട്. അതിലൊരു രഹസ്യം എന്താണെന്ന് അറിയാം. ഈ 6 എന്ന സംഖ്യയുടെ അധിപൻ ശുക്രനാണ്. 4 എന്ന സംഖ്യയുടെ അധിപൻ രാഹുവാണ് സംഖ്യാ ജ്യോതിഷ പ്രകാരം. അപ്പൊ ഈ 4 തീയതി ജനിച്ചവർ കൂടുതലും അഡ്വൈസ് തേടുന്നത് 6കാരുമായിട്ടായിരിക്കും. 6 ശുക്രനാണ്. ശുക്രൻ എന്ന് പറഞ്ഞാൽ ഗുരു, അസുരഗുരുവാണ്. അപ്പൊ അവരിൽ നിന്നായിരിക്കും അഡ്വൈസ് തേടുന്നത് എപ്പോഴും. ആ അഡ്വൈസ് പലപ്പോഴും അവർക്ക് പ്രയോജനപ്പെടാറുമുണ്ട്. അതാണ് അതിന്റെ ഒരു കാര്യം. ഈ സംഖ്യകളിൽ ചില കാര്യങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. അതുപോലെ ഈ 6 തീയതി ജനിച്ചവര് 4 തീയതി ഉള്ളവരോട് സഹായങ്ങൾ ചോദിച്ചാൽ ഒക്കെ അവര് സഹായിക്കും, ചെയ്തു കൊടുക്കും. അങ്ങനെ ചില ഒരു കാര്യങ്ങളുണ്ട്. മാത്രമല്ല ഈ 6 തീയതി ഉള്ളവര് ഇപ്പോൾ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവരാണെങ്കിലും അവരുടെ ബോസും ഒക്കെ ചിലപ്പോൾ മിക്കവാറും 4 തീയതി ഉള്ളവരാണ്. നല്ലൊരു സൗഹൃദത്തിൽ പോകുന്നവര്. അങ്ങനെ നിങ്ങൾക്ക് തന്നെ സ്റ്റഡി നടത്തി നോക്കാം. ഇതിൻ്റെ അത് ചില കാര്യങ്ങളുണ്ട്. അതുപോലെ ഈ 6 തീയതി ജനിച്ചവര് അവര് ഈ നമ്മൾ ആര് കളിയാക്കുന്നതൊന്നും അത്ര ഇഷ്ടപ്പെടുന്ന ആളുകളല്ല. അവരെ നമ്മൾ കഴിവതും പ്രകോപിപ്പിക്കരുത്. മറ്റുള്ളവരെ പോലല്ല. അവരെ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് കളിയാക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ലെ ഒരു താഴ്ത്തുക, അങ്ങനെയൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്താൽ ഇവർ ഈ മറ്റു ജനിച്ച തീയതി ഉള്ളവരെ പോലല്ല. ഇവരിത് മനസ്സിൽ വെക്കും. മനസ്സിൽ വെച്ച് പ്രകടിപ്പിക്കത്തില്ല. പിന്നെ അവസരം കിട്ടുമ്പോൾ അവരത് ഏത് വിധേനയും പ്രകടിപ്പിക്കാതെ മുതലാക്കാം. അപ്പൊ ഇതൊക്കെ എന്ന് വെച്ചാൽ എല്ലാവരും അങ്ങനെ ആണെന്ന് നിർബന്ധമില്ല. ചിലരെങ്കിലും അങ്ങനെ ഉള്ളവരുണ്ട്. പറഞ്ഞു സാമാന്യ ഫലങ്ങളാണ്. അങ്ങനെ മനസ്സിലാക്കുക. എല്ലാവരും അങ്ങനെ ആകണമെന്നോ എല്ലാവരും അങ്ങനെ ആണെന്നോ അല്ല പറയുന്നത്.
ചിലരെങ്കിലും സാമാന്യ ഫലങ്ങളാണ്. അപ്പൊ അതുപോലെ തന്നെ 6, 15, 24 ഈ തീയതികൾ ജനിച്ചവർ ഭദ്രകാളിക്ക് വഴിപാട് ചെയ്താൽ പെട്ടെന്ന് രക്ഷപ്പെടും. ചെയ്ത് നോക്കിക്കോ. ഇത് ഞാൻ ചില കാര്യങ്ങളാണ് പറയുന്നത്. ഇനി 4, 13, 22, 31 ഈ തീയതിയിൽ ജനിച്ചവരാണെങ്കിൽ ഇവർക്ക് വളരെ ചെറുപ്പത്തിൽ തന്നെ കുടുംബത്തിന്റെ പ്രാരാബ്ദം ഏറ്റെടുക്കേണ്ടതായിട്ട് വരാം. അതെന്തുകൊണ്ടാണ് വരുന്നത്? ഒന്നുകിൽ അച്ഛനും അമ്മയും ഇതിൽ ആരെങ്കിലും ഒരാളുടെ സ്നേഹമേ ചിലപ്പോൾ ഇവർക്ക് കിട്ടാൻ ചിലർക്ക് സാധ്യതയുള്ളൂ. അച്ഛന്റെ അമ്മയുടെ ആരുടെയെങ്കിലും ഒരു സ്നേഹം, ഒരാളുടെ സ്നേഹത്തിന്റെ കുറവുണ്ടാകാം ചിലർക്ക് ചെറുപ്പത്തിലെ മാതാപിതാക്കൾ ആരെങ്കിലും ഒരാൾ നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ അനുഭവം കുറവായിട്ടോ വരാം. പിന്നെ എല്ലാവർക്കും അങ്ങനെ ആകണമെന്ന് നിർബന്ധമില്ല. ചിലർക്കെങ്കിലും ഉണ്ടാകാം. അല്ലെങ്കിൽ ചിലപ്പോൾ ഇവരെ ചെറുപ്പത്തിൽ തന്നെ ഇവരെ അച്ഛന്റെയോ അമ്മയുടെയോ സാമ്പത്തിക നില വളരെ മോശമാകുകയും വളരെ ചെറുപ്പത്തിൽ തന്നെ ഇവർ ജോലിക്കിറങ്ങേണ്ടതായ സാഹചര്യം ഉണ്ടാകാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ വളരെ കാര്യപ്രാപ്തിയുള്ളവരാണ്. വളരെ ചെറുപ്പത്തിലെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നവരാണ്. ഇവർക്ക് നിയമം, മെഡിസിൻ ഫീൽഡ്, ഹോസ്പിറ്റൽ ഫീൽഡ്, എഞ്ചിനീയറിംഗ് ഫീൽഡ് കണ്ണടച്ചുകൊണ്ട് പറയും 3 ഫീൽഡ് ഇവർക്ക് ബെസ്റ്റാണ്. ഞാൻ ഈയിടെ ഒരു എഞ്ചിനീയറിംഗ് ഫീൽഡ് ഉള്ള ഒരു വ്യക്തിയുടെ ഞാൻ പറഞ്ഞ 4 ആ തീയതി എന്ന് പറയുമ്പോൾ ഞാൻ ബെസ്റ്റാണ്, ഫീൽഡ് ബെസ്റ്റാണ്. അപ്പൊ ഇങ്ങനെ ചില കാര്യങ്ങളുണ്ട്. ഈ സംഖ്യകളിൽ ഞാൻ ഇത്രയും പറഞ്ഞത് നിങ്ങൾക്ക് ഈ ജനിച്ച തീയതി അല്ലെ സംഖ്യകളും ജീവിതവും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഇങ്ങനെ 1-ാം തീയതി ജനിച്ചവരും അല്ലെ 2-ാം തീയതി, 3-ാം തീയതി, 4-ാം തീയതി ഇങ്ങനെ ഓരോ തീയതി ജനിച്ചവരും ജീവിതമായ പല രീതിയിലുള്ള രഹസ്യങ്ങളുണ്ട്. ഞാനിത് സംഖ്യകളുടെ രഹസ്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം, അതിനുവേണ്ടി പറഞ്ഞ മനസ്സിലായുള്ളൂ. അതുപോലെ ഈ 4 തീയതി ജനിച്ചവർ 4, 13, 22, 31 തീയതി ജനിച്ചവര് അവര് ഈ നല്ല കാഴ്ചപ്പാടുകളിലേക്ക് പോവുകയാണെങ്കിൽ ഏറ്റവും നല്ല വ്യക്തികളായിരിക്കും. പക്ഷെ ഇവരെ ചെറുപ്പത്തിൽ സ്വാധീനിക്കുന്ന മോശമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെ മോശം വ്യക്തികളാണെങ്കിൽ ഇവര് ഏറ്റവും ആ നിലയിൽ തന്നെ വരും. പ്രത്യേകിച്ച് 22, 31 ഈ തീയതികൾ ജനിച്ചവർക്ക് അതൊരു മാസ്റ്റർ നമ്പറാണ്. അതുകൊണ്ട് തന്നെ ഇവരെ ഇപ്പം സ്വാധീനിക്കുന്ന ഇങ്ങനെയുള്ളവരെ ഒരു പ്രശ്നം ഉണ്ടായാൽ വീട്ടിൽ നിന്ന് മാതാപിതാക്കൾ ഒരിക്കലും ഇറക്കി വിടരുത്. വളരെ അപകടമാണ്. നിങ്ങൾ ചിലപ്പോൾ ദേഷ്യം കൊണ്ടല്ല നന്നാകാൻ വേണ്ടി എന്ന് വെച്ച് ചെയ്യുന്നത്, അത് ഏറ്റവും അപകടമാണ്. അപ്പൊ ഇങ്ങനെയുള്ളവര് ഇവരെ ആര് സഹായിക്കുന്നു? ചിലപ്പോൾ മോശമായ ആളുകളായിരിക്കും ഇവരെ അപ്പോഴും ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നെ അവരായിരിക്കും ഇവർക്ക് ദൈവം. അങ്ങനെ ഇവരെ കാഴ്ചപ്പാടുകളല്ല സാഹചര്യങ്ങൾക്കനുസരിച്ച് ഇവര് ആ ഒരു സാഹചര്യത്തിലേക്ക് പോയാൽ പിന്നെ തിരിച്ചു വരാൻ ബുദ്ധിമുട്ടാണ്. ഒരു മോശ സാഹചര്യങ്ങൾ ഇവരെ ആകർഷിക്കുന്നെങ്കിൽ ഏറ്റവും മോശക്കാരായിട്ട് വരാൻ സാധ്യത കൂടുതലാണ്. നല്ല സാഹചര്യങ്ങൾ ഇവരെ സ്വാധീനിക്കുന്നെങ്കിൽ ഇവരെ ഏറ്റവും നല്ല ആളുകളായിട്ട് വരാൻ ഉള്ള ഒരു വ്യക്തിത്വമാണ്. ഏറ്റവും ജീനിയസ് ആയിട്ടുള്ളവരാണ് ഇവര്. പക്ഷെ ഇവരെ സാഹചര്യങ്ങൾ വളരെ സ്വാധീനിക്കുന്ന ഒരു ഇതാണ്. അതുപോലെയാണ് 8 നമ്പരും. ഈ 8, 17, 26 ഈ നമ്പറിലും ചില രഹസ്യങ്ങളുണ്ട്. ഇവർക്ക് കണക്ക് സംബന്ധമായ തൊഴിലുകൾ, ബാങ്കിങ് സംബന്ധമായ തൊഴിലുകൾ, ബാങ്കിങ് മേഖലയിൽ ഏറ്റവും നല്ലതാണ്. എനിക്ക് ബാങ്കിങ് മേഖല ഒരുപാട് ആളുകളെ അറിയാം. 8 നമ്പറുകാർ മികച്ച രീതിയിൽ ജോലി ചെയ്യാൻ കഴിവുള്ളവരാണ്. 8ഉം 4ഉം ബാങ്കിങ് മേഖല നല്ലതാണ്. പിന്നെ അതുപോലെ എഞ്ചിനീയറിംഗ് മേഖല, അതുപോലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, റോബോട്ട് എഞ്ചിനീയറിംഗ് ഇങ്ങനെയുള്ള മേഖലകൾ നല്ലതാണ്. ഞാൻ അങ്ങനെയുള്ള പലരുടെയും ഒക്കെ പരിശോധിച്ചിട്ടുണ്ട്. ഈ റോബോട്ട് എഞ്ചിനീയറിംഗും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ആധുനിക കാലത്തിന്റെ ശാസ്ത്രങ്ങളാണ്. ഇങ്ങനെയുള്ളവർ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നവരുണ്ട്. കാരണം എന്തുകൊണ്ടാണെന്നറിയോ? അവർക്ക് അത് പ്രയോജനം ഉണ്ടായിട്ടാണ് നമ്മൾ പറയുന്ന പല വിദ്യകളും. കാരണം അങ്ങനെയുള്ള കാര്യങ്ങളെ ഞാൻ പറയാറുള്ളൂ, വെറുതെ ഒരു കാര്യം പറയാറുണ്ട്. അപ്പൊ ഇങ്ങനെ സംഖ്യ എഴുതി നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അനുസരിച്ച് സംഖ്യ കണ്ടുപിടിച്ച് നിങ്ങളൊരു സംഖ്യ സെലക്ട് ചെയ്ത് ആ 4 അക്ക സംഖ്യ സെലക്ട് ചെയ്ത് ആ സംഖ്യ കൂട്ടുമ്പോൾ അതിന്റെ ടോട്ടലിനെ ഏക സംഖ്യ ആക്കുമ്പോൾ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തിന്റെ ആ സംഖ്യകളെല്ലാം കൂട്ടി കിട്ടുന്ന ടോട്ടലിനെ ഏക സംഖ്യ ആക്കുമ്പോൾ കിട്ടുന്നതാണ് വിധി സംഖ്യ. ആ വിധി സംഖ്യ വരണമെന്നേ ഉള്ളൂ. ഇപ്പൊ 7/4/1982 ജനിച്ച ആളുടെ വിധി സംഖ്യ എന്ന് പറയുന്നത് 4 അതിലെ സംഖ്യകളെല്ലാം കൂട്ടുമ്പോൾ കിട്ടുന്ന ടോട്ടലിനെ ഏക സംഖ്യ ആക്കുമ്പോൾ 4 അപ്പൊ ആ 4 വരത്തക്ക രീതിയിൽ 4 അക്ക സംഖ്യ സെലക്ട് ചെയ്യുക. ആ 4 അക്ക സംഖ്യയിൽ ആദ്യം 2 അക്കം ചെറിയ സംഖ്യയും പിന്നെ 2 അക്കം വലിയ സംഖ്യ ആകത്തക്ക രീതിയിൽ സെലക്ട് ചെയ്യുക. അപ്പൊ ഇങ്ങനെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അനുസരിച്ച് നിങ്ങൾക്ക് വിധി സംഖ്യ 1, 2, 3, 4, 5, 6, 7, 8, 9 ഇതിൽ ഏതാ വരുന്ന അനുസരിച്ച് നിങ്ങൾക്ക് 4 അക്ക സംഖ്യ സെലക്ട് ചെയ്യുക. ആ 4 അക്ക സംഖ്യ കൂട്ടുമ്പോഴും വിധി സംഖ്യ വരണം. അങ്ങനെ വിധി സംഖ്യ 4 ആണെങ്കിൽ 4 അക്ക സംഖ്യ കൂട്ടുമ്പോഴും കിട്ടുന്ന ടോട്ടലിനെ ഏക സംഖ്യ ആക്കുമ്പോൾ 4 വരണം. അത്രയേ ഉള്ളൂ. ആ ഒരു മാച്ചിങ് വരണമെന്നുള്ളതേ ഉള്ളൂ. ഏത് 4 അക്കവും തിരഞ്ഞെടുക്കാം. പക്ഷേ 4 അക്ക സംഖ്യ തമ്മിൽ കൂട്ടുമ്പോൾ കിട്ടുന്ന ടോട്ടലിനെ ഏക സംഖ്യ ആക്കുമ്പോൾ
നിങ്ങളുടെ വിധിസംഖ്യയായിട്ട് മാച്ച് ചെയ്യണം. വിധിസംഖ്യ 4 ആണെങ്കിൽ 4 സംഖ്യയും കൂട്ടുമ്പോൾ കിട്ടുന്ന ടോട്ടലിനെ ഏക സംഖ്യയാക്കുമ്പോൾ 4 വരണം. അത്രയേ ഉള്ളൂ. അപ്പോഴാണ് അവിടെ ഒരു കണക്ഷൻ വരുന്നത്, ഒരു ബന്ധം വരുന്നത്, നിങ്ങളുടെ ജീവിതമായിട്ട് ഒരു കണക്ഷൻ വരുന്നത്. അങ്ങനെ ഒരു സംഖ്യ എഴുതി ഇതുപോലെ ചെമ്പ് ഓലയിൽ എഴുതി ഇതുപോലെ ഒരു ചതുരത്തിനകത്ത് എഴുതി ചതുരത്തിന്റെ 4 അക്കവും 4 സൈഡും ഒരു 0 ഇട്ട് ഞാൻ കാണിച്ച പോലെ പേഴ്സിനകത്ത് വെച്ച് അതിനകത്ത് പൈസ വെക്കുന്ന വളരെ നല്ലതാണ്. നിങ്ങൾ ചെയ്ത് നോക്കുക, ശരിയായിട്ട് മനസ്സിലാക്കി ചെയ്ത് നോക്കുക. പിന്നെ ദിവസവും നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ചെമ്പോല എടുത്ത് അത് നിങ്ങൾ മോതിരവിരലിലും നടുവിരലിലും തൊട്ട് ഓം ഐം ശ്രീം ഹ്രീം ക്ലീം നമ ഓം കൃഷ്ണായ നമ ശിവോഹം ഈ മന്ത്രം ജപിക്കുക. ജപിച്ചില്ലയിലും കുഴപ്പമില്ല, വെച്ചാലും മതി. അതിന്റെ കൂടെ പടം വെക്കുക. എങ്ങനെ വേണമെങ്കിലും ചെയ്യുക. നിങ്ങൾ ചെയ്ത് നോക്കുക, ശരിയായിട്ട് മനസ്സിലാക്കി ചെയ്ത് നോക്കുക. ഞാൻ എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. കാരണം ഞാനിത് നിങ്ങൾക്ക് എഴുതി കാണിച്ചു തരാൻ ഇരുന്നതാണ്. പക്ഷെ ഇത് എഴുതിയപ്പം ഇത് കണ്ടോ, സംഖ്യകൾ വായിക്കാൻ പറ്റത്തില്ല, തല തിരിഞ്ഞ് ഇരിക്കും, കണ്ടോ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഇത് എഴുതി കാണിച്ചു തരാൻ വേണ്ടി ഇരുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ മാക്സിമം പറഞ്ഞു തന്നത്. പിന്നെ ഞാൻ നോക്കട്ടെ, വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വേണമെങ്കിൽ ഒന്ന് എഴുതി ഇടാൻ ശ്രമിക്കാം. അത് ഇല്ലേലും ഈ പറഞ്ഞ മനസ്സിലാക്കി ശരിയായിട്ട് മനസ്സിലാക്കി ചെയ്യുക. നിങ്ങൾക്ക് ജീവിതത്തിൽ അത് ഗുണമുണ്ടാകുന്ന കാര്യമാണ്. കാരണം ഇതെല്ലാം ഇതിനകത്തുള്ളൊരു ബേസ് ഉണ്ട്, ഒരു അടിസ്ഥാനമുണ്ട്. നിങ്ങളുടെ ജനിച്ച ഡേറ്റ് ഓഫ് ബർത്ത് ആണ് ആ ബേസ്. അതിനനുസരിച്ചാണ് നമ്മൾ 4 അക്ക സംഖ്യ സെലക്ട് ചെയ്യേണ്ടത്. അതിൽ ആദ്യത്തെ 2 അക്കവും അവസാനത്തെ 2 അക്കവും തമ്മിൽ ഒരു കാര്യം ശ്രദ്ധിക്കണം. ആദ്യത്തെ 2 അക്കം ചെറിയ സംഖ്യയും അവസാനത്തെ 2 അക്കം വലിയ സംഖ്യ ആയിരിക്കണം. തിരിയരുത്. ആദ്യത്തെ 2 അക്കം വലുതും അവസാനത്തെ 2 അക്കം ചെറുതുമാകരുത്. ആ ജീവിതത്തിൽ ഒരു പുരോഗതിയെ തടസ്സപ്പെടുത്തും. ആദ്യത്തെ 2 അക്കം ചെറുത് 9976 എന്നല്ല നമ്മൾ സെലക്ട് ചെയ്ത് 7699 എന്നാണ്. 76 ചെറിയ സംഖ്യ, 99 വലിയ സംഖ്യയാണ്. രണ്ടാമത് വരുന്ന വലിയ സംഖ്യ വരണം. ഇനി ഈ 4 അക്കം തമ്മിൽ കൂട്ടുമ്പോഴും കിട്ടുന്ന ടോട്ടലിനെ ഏക സംഖ്യ ആക്കുമ്പോൾ കിട്ടുന്ന സംഖ്യ നിങ്ങളുടെ വിധിസംഖ്യ ആയിരിക്കണം. അങ്ങനെ വേണം സെലക്ട് ചെയ്യാൻ. ഈ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ വിശദമാക്കി പറഞ്ഞിട്ടുണ്ട്. ഇതിൽ കൂടുതൽ വിശദമാക്കാൻ എനിക്ക് അറിയത്തില്ല. നിങ്ങളത് പ്രയോജനപ്പെടുത്തുക, ശരിയായിട്ട് മനസ്സിലാക്കി പ്രയോജനപ്പെടുത്തുക. നിങ്ങളെ എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം ശിവോഹം ശിവോഹം.